ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. കാഫ നേഷൻസ് കപ്പിൽ ബ്രോൺസ് മെഡൽ ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാം സ്ഥാനക്കാരുള്ള മത്സരത്തിൽ ഒമാനെ ഇന്ത്യ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രോൺസ് മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയത്. ഈ ഒരു ടൂർണമെൻറ്റിൽ ഖാലിദ് ജമീലിന് കീഴിലുള്ള ഇന്ത്യയുടെ ആദ്യ ടൂർണമെൻറ്റായിരുന്നു. വളരെ ഷോർട്ടായി ലഭിച്ച ഒരു ക്യാമ്പിലായിരുന്നു ഖാലിദ് ജമീൽ തൻ്റെ ആദ്യ ടൂർണമെൻറ്റിലായിട്ടുള്ള ടീമിനെ ഒരുക്കിയത്. അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഇന്ത്യയിലെ ആദ്യ ടൂർണമെൻറ്റിൽ തന്നെ ബ്രോൺസ് മെഡൽ അദ്ദേഹം ചൂടിച്ചിരിക്കുകയാണ്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള ടീമുകളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ തന്നെ 106 റാങ്കിലുള്ള തജിക്കിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ടൂർണമെൻറ്റ് തുടങ്ങിയത്. പിന്നീട് 20 റാങ്കിയുള്ള ഇറാനെ 70 മിനിറ്റ് വരെ ഗോൾ വഴങ്ങാതെ പിടിച്ചു നിന്നുകൊണ്ടാണ് ഇന്ത്യ ഇറാനോട് തോറ്റത്. പിന്നീട് മൂന്നാം മത്സരത്തിൽ ഒമാനെ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യ തോൽപ്പിച്ചു. 76 റാങ്കിയുള്ള ഒമാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രോൺസ് മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ ചില പ്രധാനപ്പെട്ട താരങ്ങളില്ലാതെ കളിച്ച മത്സരത്തിലാണ് ഇന്ത്യ ഈ ഒരു ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ലെജൻഡുമാരായ സുനിൽ ഛേത്രി, സഹൽ അബ്ദുൽ സമദ്, ലിസ്റ്റൻ കൊളാക്കോ എന്നീ താരങ്ങളൊന്നും ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നില്ല. എന്നിട്ടാണ് ഖാലിദ് ജമീൽ ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയത്. ഖാലിദ് ജമീലിന് കീഴിൽ ഇന്ത്യ കൂടുതൽ ഒത്തിളക്കത്തോടി കളിക്കുന്നു. ആദ്യ ടൂർണമെൻറ്റ് തന്നെ ബ്രോൺസ് മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. വരും ടൂർണമെൻറ്റുകളിൽ ഈ പെർഫോമൻസ് ഇന്ത്യക്ക് തുടരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ഗോൾ കീപ്പറായ ഗുർപ്രീത് സിംഗ് സന്ധുവിൻ്റെ പെർഫോമൻസ് ഈ ടൂർണമെൻറ്റ് ഉടനീളം എടുത്തു പറയണം. വളരെ മികച്ച പെർഫോമൻസാണ് ഗുർപ്രീത് സിംഗ് സന്ധു ഈ ഒരു ടൂർണമെൻറ്റിന് ഉടനീളം കാഴ്ചവെച്ചത്. വരും ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയുടെ പെർഫോമൻസ് ഇതിലും ബെറ്റർ ആവുമെന്ന് പ്രതീക്ഷിക്കാം.